it's Mission. Welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നവംബർ 14 ചിൽഡ്രൻസ് ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു ക്യാപ്പ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാൻ വേണ്ടി കിടക്കുന്ന മുന്നേ ജയിച്ചാൽ ആദ്യമേ കന്നോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ചിൽഡ്രൻസ് ഡേക്ക് വേണ്ടിയിട്ടാണ് ഇതും ആക്കിയത്. അപ്പോൾ ഇത് റോസ് ഫ്ലവർ ആണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ തൊട്ട് മുമ്പുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പേപ്പറിനെ കൊണ്ടാണ് ആക്കിയിട്ടുള്ളത്. ആവശ്യമുള്ളവർക്ക് പോയി വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ A4 ഷീറ്റിനെ കൊണ്ടാണ് ആക്കുന്നത്. അപ്പോൾ ചാർട്ട് പേപ്പറിനെ കൊണ്ടാക്കുന്ന വീഡിയോ നമ്മൾ തൊട്ട് മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇതാക്കാൻ വേണ്ടി 4 A4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് അളവ് നോക്കാം. ഒരു ഭാഗം 35 സെൻറ്റിമീറ്റർ, ഒരു ഭാഗം 40 സെൻറ്റിമീറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഒട്ടിച്ചാൽ ഇങ്ങനെ വരുമ്പോൾ 40 സെൻറ്റിമീറ്റർ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ സ്കെയിൽ 30 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലാണ്. അങ്ങനെ ഈ ഭാഗം 35 എടുക്കാം. ഇനി ഇത് ഫെവിക്കോളിനെ കൊണ്ട് ഈ 4 ഒപ്പരം ഒട്ടിച്ച് കൊടുക്കാം. ഗം ഇതിലാക്കിയിട്ട് ഇനി അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ A4 ഷീറ്റിനെക്കാട്ടി ഏറ്റവും നല്ലത് ചാർട്ട് പേപ്പറാണ്. ചാർട്ട് പേപ്പർ ആകുമ്പോൾ നമുക്ക് ഈ ഒട്ടിക്കേണ്ട പണിയൊന്നുമില്ല. അപ്പോൾ ചാർട്ട് പേപ്പർ കിട്ടാത്തവർക്കാണ് ഞാൻ ഈ A4 ഷീറ്റിനെ കൊണ്ടാക്കുന്നത്. നെക്സ്റ്റ് ഈ സൈഡ് ആക്കുന്നുണ്ട്. എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം എൻ്റെ സൈസിലെ കുട്ടികൾക്കെല്ലാം ഈ അളവാണ് വരിക. അപ്പോൾ കുറച്ച് ചെറുതായിട്ടുള്ള കുട്ടികൾക്ക് കുറച്ചാൽ മതി. അപ്പോൾ ആ സൈഡും ഈ സൈഡെല്ലാം ആക്കി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്ത് കൊടുത്തുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യാം. അപ്പം ഇത് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അളവുകൾ കട്ട് ചെയ്യാം. അപ്പോൾ ഒരു ഭാഗം കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, 40 തന്നെ ഉണ്ട്. അപ്പോൾ ഒരു ഭാഗം നമ്മൾ 35 സെൻറ്റിമീറ്ററായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബാലൻസ് ഒന്നും ആവശ്യമില്ല. ഇനി ഈ 35 സെൻറ്റിമീറ്ററുള്ള ഭാഗം 2ആയി മടക്കാം. എന്നിട്ട് നല്ലോണം പ്രസ് ചെയ്യാം. ഇനി ഈ സൈഡ് മുകളിലും താഴെയും 6 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്താം. അതേപോലെ തന്നെ 6 സെൻറ്റിമീറ്റർ ഇപ്പുറം അടയാളപ്പെടുത്താം. ഇനി അളവ് വെച്ച ഭാഗത്ത് 2 സൈഡും മടക്കി കൊടുക്കാം. ഇനി ഒന്ന് പ്രസ് ചെയ്ത് മടക്കാം. അപ്പോൾ ഇപ്പുറത്തെ സൈഡും നമ്മൾ പ്രസ് ചെയ്ത് മടക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് നമുക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം. അന്നേരം നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ പോലെ കിട്ടും. ഇനി ഈ ഭാഗം അതേപോലെ മടക്കി കൊടുക്കാം. ഇനി ബാക്കത്തെ പേപ്പർ എടുക്കാം. ഇനി ഈ പേപ്പർ ബാക്കോട്ടേക്കിട്ട് ലൈന് പോലെ തന്നെ മടക്കി കൊടുക്കാം. അപ്പം അതേപോലെ ഇപ്പുറത്തെ സൈഡും മടക്കാം.
അപ്പോൾ നമ്മുടെ പേപ്പർ ഇപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇനി ആ ട്രയാങ്കിളിൻ്റെ ലൈൻ വരുന്നെടുക്ക വരെ ഒരു പേപ്പർ മടക്കി കൊടുക്കാം. ഇനി അപ്പുറത്തെ സൈഡ് ഇതേപോലെ മടക്കാം. അപ്പം ഇപ്പം ഇങ്ങനെയാണുള്ളത്. ഇനി ഒരു സൈഡ് ആ നടുക്കത്തേക്ക് മടക്കി വെക്കാം. ഇനി നടുക്കത്തേന് അപ്പുറം ഇപ്പുറമായിട്ട് പോക്കറ്റ് ഉണ്ട്. ഇനി ആ പോക്കറ്റിലേക്ക് അത് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇപ്പം മടക്കി വെച്ചതാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ ഇതിൻ്റെ മേലിലേക്ക് കൂടി മടക്കി കൊടുക്കാം. ഇപ്പം മടക്കേണ്ട നടുക്കത്തിൻ്റെ ഉള്ളിലും പോക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പതുക്കെ വിടർത്തി കൊടുക്കാം. ഇനി നമുക്ക് ഈ നല്ലോണം ഒട്ടിക്കണമെങ്കിൽ മാത്രം ഈ രണ്ട് സൈഡ് ഇങ്ങനെ പശക്കിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ആ സൈഡ് തന്നെ ഇപ്പുറത്താക്ക് ഒട്ടിക്കാം. അപ്പം ഇത് ഒട്ടിയിട്ടുണ്ട്. അപ്പം അതേപോലെ ഇപ്പുറത്തെ ഭാഗത്തിൻ്റെ വെക്കാം. ഇങ്ങനെ ഒട്ടിച്ചാൽ അവിടെ വിടർന്ന് നിൽക്കൂല, അതുകൊണ്ടാണ് ഒട്ടിക്കുന്നത്. അപ്പം നമ്മുടെ ക്യാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമ്മുടെ എന്തെടുത്തുള്ളൂ ഇഷ്ടപ്പെടുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്തിട്ട് കാണാം. ബൈ.